ഹായ് നമ്മളിന്ന് പോകുന്നത് തൃശ്ശൂരിലത്തെ എക്സിബിഷൻ കാണാനാണ്. ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടാണ് നമ്മൾ പോയത്. അപ്പോൾ അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടാണ് ഞങ്ങളിപ്പോൾ എക്സിബിഷൻ്റെ അവിടേക്ക് ചെല്ലുന്നത്. ഇവിടെ ചെന്നപ്പോൾ അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ മുന്നത്തെ വട്ടം പോയപ്പോൾ നല്ല തിരക്കായിരുന്നു. സൂചി കുത്താൻ സ്ഥലമില്ലാണ്ട് ഞങ്ങളിങ്ങനെ പൊങ്ങിപ്പോയായിരുന്നു. ഭയങ്കര ചൂടും ഒന്നും പറ്റാണ്ട്. ഇവിടെ അത്രയ്ക്ക് തിരക്കുണ്ടായിരുന്നില്ല കേട്ടോ. കാണുമ്പോൾ തന്നെ നമുക്കങ്ങനെ തോന്നി അങ്ങനെ തിരക്കൊന്നുമില്ല എന്ന്. നമ്മളപ്പുറത്തെ സൈഡിൽ നിന്ന് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇപ്പോൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഞങ്ങൾ നോക്കുമ്പോൾ ഫ്രണ്ടിൽ കുറേ വള, മാല, കമ്മൽ, പാദസരം, പിന്നെന്താ മറ്റേ കുറേ നെറ്റിച്ചുട്ടി അങ്ങനത്തെ കുറേ സംഭവങ്ങൾ രാജസ്ഥാനീസ് വന്ന് അവിടെ സെയിൽ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ പുറത്ത് തന്നെ ഇത് പുറത്താട്ടോ, അതിൻ്റെ പുറത്ത്. അപ്പോൾ അവിടെ റോഡ് സൈഡിലാണ് ഇതിരിക്കുന്നത്. നല്ല ഡിസൈൻസ് ആയിരുന്നു. നമുക്കിവിടെ കിട്ടാത്ത ടൈപ്പും ഉണ്ട്, എന്നാൽ കിട്ടുന്ന ടൈപ്പും ഉണ്ട്. പക്ഷേ ചിലതൊക്കെ പഴയതാണെന്ന് നമുക്ക് തോന്നും, ഇങ്ങനെ ഫേഡഡ് ആയിട്ടുള്ള പോലെ നമുക്ക് തോന്നും. പക്ഷേ മിക്കതും നല്ലതായിരുന്നു. ഞങ്ങളൊരു കമ്മല മേടിച്ചുള്ളൂ, അത്യാവശ്യം റേറ്റൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ശരിക്കും ഇവിടെ അത്ര റേറ്റ് ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നു. കടകളിലൊക്കെ ഇങ്ങനത്തെ ചിലത് കാണുമ്പോൾ അത്രയ്ക്ക് റേറ്റിലൊന്നുമല്ല കൊടുക്കുക. പിന്നെ ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് വരുന്നത്. നല്ല രസമുണ്ടായിരുന്നു അതിൻ്റെ ഡിസൈനൊക്കെ. അച്ഛൻ ചെന്നിട്ട് ടിക്കറ്റ് എടുക്കുന്നുണ്ടായിരുന്നത്. ഗൂഗിൾ പേ ഒക്കെ ഉണ്ടായിരുന്നു അവിടെ, ജി പേ ഒക്കെ അവൈലബിൾ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ജി പേ ചെയ്ത് 3 ആളാണ്, ഞാനും അച്ഛനും അമ്മയാണ് പോകുന്നുണ്ടായിരുന്നത്. ഒരാൾക്ക് 40 വരുന്നത്. നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് കേട്ടോ. അത് മൊത്തം കണ്ടുവരാൻ വെറും 40 വരുന്നുള്ളൂ. പിന്നെ കുറേ സംഭവങ്ങളുണ്ട് അതിൻ്റെ ഉള്ളിൽ കാണാൻ. നമുക്കൊരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് വരാം. ഒരു 3-4 മണിക്കൂറിനുള്ള സംഭവം ഉണ്ട് അവിടെ മൊത്തം. ഞാൻ അച്ഛനമ്മേൻ്റെ ടിക്കറ്റ് കൊടുത്ത് കയറുകയാണ്. കയറിയപ്പോൾ തന്നെ ഫസ്റ്റ് കാണുന്നത് തുണിക്കട സംഭവങ്ങളാണ്. അത് എപ്പോഴും അങ്ങനെ തന്നെയാവാറ്. നമ്മൾ കയറുമ്പോൾ തന്നെ ബെഡ്ഷീറ്റിൻ്റെ കടയാണ് എപ്പോഴും കാണാറ്. അപ്പോൾ കുറേ വട്ടം പുതിയ തലോണ കളക്ഷൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മളപ്പോൾ അങ്ങനെ കയറി പോവുക. ചവിട്ടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ ഓഫേഴ്സ് ഉണ്ട്. 2 എടുത്താൽ ഇത്ര, 3 പീസ്, അങ്ങനെ 6 പീസ്, അതിനൊക്കെ കുറേ. ഈ വട്ടത്തിരി റേറ്റ് കുറവായിരുന്നു പണ്ടത്തേക്കാളും. സാധാരണ ഈ എക്സിബിഷനൊക്കെ നല്ല റേറ്റ് ഇടാറ് അവർ നോർമലിനെക്കാട്ടും. ബാക്കിയുള്ള കടകളിലൊന്നും ഇത്ര പുറത്തൊന്നും വരാറില്ല. പക്ഷേ ഈ വട്ടം കുറവായിരുന്നു. പിന്നെ കളിപ്പാട്ടക്കടകൾ അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. കുട്ടികളെ ഭയങ്കരമായിട്ട് ആകർഷിപ്പിക്കുന്ന സ്ഥലങ്ങളുണ്ടായിരുന്നു. പിന്നെ കമ്മൽ വീണ്ടും കണ്ടു. ഞങ്ങൾ വീണ്ടും പോന്നു. അവിടെ നിന്ന് ആദ്യം തന്നെ കമ്മൽ മേടിച്ചുകൊണ്ട് പിന്നെ അച്ഛൻ അവിടെ നിന്ന് പോന്നോളാൻ പറഞ്ഞു. പിന്നെ ഫർണിച്ചർ സ്റ്റോളാണ് പിന്നെ വരുന്നത്. അപ്പോൾ നമ്മൾ അത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ കണ്ടു. പിന്നെ നമ്മൾ അപ്പുറത്തേക്ക് വീണ്ടും നടന്നു, അത് നോക്കാൻ നിന്നില്ല. അടുത്തത് വീണ്ടും ബെഡ്ഷീറ്റ്, തലോണ കവർ, അതൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അമ്മ അവിടെ തലോണ കവർ മേടിക്കാൻ നിന്നു. തലോണ കവർ നല്ല അഫോർഡബിൾ റേറ്റ് ആയിരുന്നു. സാധാരണ ഇതിനായിട്ട് റേറ്റ് ഉണ്ടാവാറുണ്ട്. ഈ വട്ടം നല്ല ഡിസ്കൗണ്ടൊക്കെ ഉണ്ട് കേട്ടോ. അത്രയ്ക്ക് റേറ്റ് കുറവിന് കിട്ടാറില്ല. എന്നാൽ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് സാധനങ്ങൾക്ക്. അപ്പോൾ നമ്മൾ നോക്കാം, അമ്മ തപ്പിക്കൊണ്ടിരിക്കുക. അമ്മയ്ക്ക് ഇഷ്ടമുള്ള ഡിസൈൻ നോക്കി ഉള്ളിൽ നിന്നൊക്കെ അമ്മ എടുത്ത് 2 പീസ് എടുത്തു. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ നോക്കുമ്പോൾ തലോണൊക്കെ നല്ല റേറ്റ് കുറവിന് കിട്ടുന്നുണ്ട്. സാധാരണ ഇത്രയ്ക്ക് കിട്ടാറില്ല. ഈ വട്ടം എന്താണോ നല്ല റേറ്റ് കുറവുണ്ട്. അതുകൂടാതെ തലോണയ്ക്കൊക്കെ വെറും 100-150 അങ്ങനെയൊക്കെ വരണുള്ളൂ. ഇതൊക്കെ ഉണ്ടായിരുന്നു, ബെഡ്ഷീറ്റ്, പിന്നെ പുതപ്പ്, അതൊക്കെ നല്ല റേറ്റ് കുറവിനുണ്ടായിരുന്നു. പിന്നെ ചെന്നപ്പോൾ തവി, പ്ലേറ്റുകൾ, അങ്ങനെ അത് ഓരോ സെറ്റിനാട്ടോ. 6 പ്ലേറ്റിന് ഇന്ന രൂപ, അങ്ങനെയാണ്. 4 തവിക്ക് ഇത്ര, അങ്ങനെയായിരുന്നു. അത്യാവശ്യം നല്ല ഡിസൈൻസിനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു, ഭംഗിയുണ്ടായിരുന്നു. ഞങ്ങളതൊക്കെ നോക്കി പോയി. പിന്നെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ ഇത് നല്ല ഒരു കടയായിരുന്നു, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. വുഡ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള സംഭവങ്ങളായിരുന്നു. കുറേ സാധനങ്ങളുണ്ട്. ഇതിപ്പോൾ നമ്മുടെ കീ തൂക്കിയിടുന്ന സംഭവമാണ്. ഇതൊക്കെ നമുക്കിങ്ങനെ വാളിൽ സ്ക്രൂ ചെയ്ത് വെക്കാൻ പറ്റും. അതുകൂടാണ്ട് നല്ല ഭംഗിയുള്ള ആനകളുടെ ഓരോ ശില്പങ്ങൾ പോലെ അങ്ങനെ ഉണ്ടായിരുന്നു. ഈ ഭഗവത്ഗീത വെക്കാൻ പറ്റണ സ്റ്റാൻഡ് ഉണ്ടായിരുന്നു, ഒക്കെ മരത്തോണ്ട്. പിന്നെ നല്ല ഭംഗിയുള്ള വുഡൻ തവികൾ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ചപ്പാത്തി പരത്തുന്നതാ. അത് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു, മാർബിൾ പോലത്തെ സംഭവത്തോണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് കട്ടിംഗ് ടേബിള്. ഇത് നല്ല റേറ്റ് ഉണ്ടായിരുന്നു, പക്ഷെ നല്ല ക്വാളിറ്റിയുള്ള സംഭവം കേട്ടോ. 500 സംതിങ് റേറ്റ് ഉണ്ടായിരുന്നു, പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ട്. ഇത് മോളയുടെയൊക്കെ വരുന്നുണ്ട്, ഇങ്ങനെ കെയറൊക്കെ കിട്ടിയിട്ടുള്ളത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അത്. പിന്നെ ഭരണികളാണ് വരണത്. കുറേ വലുപ്പത്തിനനുസരിച്ചിട്ട് ഓരോന്നിൻ്റെ റേറ്റ് വരണേ. ചെറുത് തൊട്ടുണ്ട്, നല്ല ചെറുത് തൊട്ട് നല്ല വലുത് വരെ ഉണ്ട്. അതുകൂടാണ്ട് അപ്പുറത്ത് ചെല്ലുമ്പോൾ പോട്ടുകൾ, അങ്ങനത്തെ സംഭവങ്ങൾ. മിക്ക സ്ഥലത്തും ഇപ്പോൾ ഗൂഗിൾ പേ അലൗഡ് ആയതുകൊണ്ട് നമുക്ക് സുഖമാണ് പേ ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ. ഇപ്പോൾ ഒന്നുകൂടെ ഫ്രീ ആണ്. കുറേ കപ്പുകളുണ്ട്. കപ്പുകളും അതെ ഇങ്ങനെ സെറ്റായിട്ടാണ്. 6 പീസിന് ഇന്ന രൂപ, 100-150 അങ്ങനെയൊക്കെയാണ് ഓരോന്നിൻ്റെ റേറ്റ് വരുന്നത്. കുറേ ഭരണികളുണ്ടായിരുന്നു. നമ്മളപ്പോൾ പിന്നെ ഒരു വരവും കൂടെ വരാമെന്ന് വിചാരിച്ചിട്ട് അതൊന്നും മേടിച്ചില്ല. നമ്മളങ്ങനെ പ്ലാൻ ചെയ്തിട്ടല്ല വന്നത്. അങ്ങനെ ഇങ്ങനെ പിടിച്ചു കൊണ്ടുപോകാൻ കവറോ അങ്ങനെ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇത് മൊത്തം പിന്നെ ഇതും കൊണ്ട് നടക്കണമല്ലോ. അതുകൊണ്ട് ഞങ്ങൾ
അതൊക്കെ പിന്നെ മേടിക്കാൻ വിചാരിച്ച് ഒക്കെ ജസ്റ്റ് കണ്ടിട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. പിന്നെ ഞങ്ങൾ വീണ്ടും കമ്മലിൻ്റെ കട കണ്ടു കേട്ടോ. അപ്പോൾ അവിടെ സ്റ്റഡ്, ഞാൻ കൂടുതൽ സ്റ്റഡ് യൂസ് ചെയ്യാറ്. എനിക്ക് ഹെവി കമ്മൽസ് ഇടുമ്പോൾ അപ്പോഴേക്കും കാതൊക്കെ വേദനെടുക്കും. അപ്പോൾ നല്ല ഭംഗിയുള്ള സ്റ്റഡുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത് മേടിച്ചു. അത് ഒരു പെയറിന് 40 അത്രയ്ക്കേ വരുന്നുള്ളൂ. പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ളതാണ്, നല്ല മെറ്റലാണ്, നമുക്കങ്ങനെ പഴുക്കൊന്നുമില്ല അങ്ങനെ. പിന്നെ കുറേ സ്റ്റഡ് ഐറ്റംസ് വലിയ ടൈപ്പ് വരുന്നുണ്ട്, കുറേ കമ്മലുകളുണ്ട്, ഹാൻഡ് ബാഗ്സ് കുറേ ഉണ്ട്, ഉണ്ണികൾക്ക് പറ്റണ മറ്റേ പോപ്പ് ടൈപ്പ് ഉണ്ട്, പിന്നെ കുറേ ലേഡീസ് ബാഗ്സ്. നല്ല രസമുണ്ട്, ഒക്കെ ഇങ്ങനെ ഭംഗിയുള്ള. അത് കെയർ കൊണ്ട് വരുന്നത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. വൈറ്റും ഉണ്ട്, എന്നാൽ ജൂട്ടിൻ്റെ മറ്റേ ആ ഒരു കളറും ഉണ്ട്, ചാക്കിൻ്റെ കളറ്. അങ്ങനെ കുറേ ബാഗുകളുണ്ട്. പിന്നെ രാജസ്ഥാനി ചെരുപ്പുകളാണ്. ഇതാണ് ആകെ കൂട്ടത്തിൽ റേറ്റ് ആയിട്ട് നമുക്ക് തോന്നിയുള്ളൂ. ഇത് സ്റ്റാർട്ടിങ് തന്നെ 500 തൊട്ടാണ് അങ്ങനെ. പക്ഷെ നല്ല രസമുണ്ട്, നമുക്ക് ഈ ഫങ്ഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ചെരുപ്പുകളാണ് അത്. പിന്നെ നമ്മൾ നോക്കിയില്ല, പിന്നെ നമ്മൾ അടുത്ത സ്റ്റാളിലേക്ക് പതുക്കെ നടന്നു തുടങ്ങി. കുറേ ഉണ്ടായിരുന്നു കേട്ടോ, കുറേ വെറൈറ്റീസ് ഉണ്ടായിരുന്നു. ഈവൻ കുഞ്ഞുണ്ണികൾക്ക് പറ്റുന്ന ടൈപ്പ് സൈസ് വരെ ഉണ്ടായിരുന്നു, ഈ 1 വയസ്സ് നമ്മൾ നടക്കാൻ തുടങ്ങുന്ന ഉണ്ണികൾക്കൊക്കെ. പിന്നെ മിഠായി കടയിലേക്ക് എത്തി, പലതരം വെറൈറ്റി പഴയ മിഠായികൾക്ക്, ഈ കോയൻ്റെ ഒക്കെ മിഠായി ഉണ്ടായിരുന്നു. അങ്ങനെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു, എന്നാലും നമുക്കങ്ങനെ തിരക്കങ്ങനെ ഫീൽ ചെയ്തില്ല കേട്ടോ. അധികം തിക്കും തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, ഇതിനെക്കാട്ടും തിരക്കുണ്ടാവാറുണ്ട്. ചോക്ക് മിഠായി, മാഷ് മെല്ലോസ് അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കണ്ടെയ്നറിൽ കുറേ പേട, അങ്ങനത്തെ കുറേ സ്വീറ്റ് ഐറ്റംസും ഇവിടെ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടാണ്ട് മിക്കതും മറ്റേ ഉണ്ടമ്പൊരിയൊക്കെ ഉണ്ടായിരുന്നു. അതുകൂടാതെ ഞങ്ങൾ വീണ്ടും നടന്നു. വീണ്ടും വന്ന് പപ്പടം പോലത്തെ സംഭവങ്ങൾ, ഈ നമ്മുടെ ഉണക്കമിളക് വറക്കണ ടൈപ്പ് കുറേ ഉണ്ടായിരുന്നു കേട്ടോ. പണ്ടാണെങ്കിൽ ഞാൻ അതിന് കുറേ വാശി പിടിച്ചേനെ സ്കൂളിൽ വറുത്ത് കൊണ്ടുപോകാൻ. പിന്നെ കുറേ ഡാർക്ക് ചോക്ലേറ്റ് അങ്ങനത്തെ കണ്ടെയ്നേഴ്സിൽ കുറേ വരുന്നുണ്ട്, മിക്സ്ഡ് ആയിട്ട് വൈറ്റും പിങ്ക് കളറ്. അങ്ങനെ കുറേ തരം വെറൈറ്റി മിഠായികളുണ്ട്. നമുക്ക് ഈ പൂരപ്പറമ്പിലൊക്കെ കിട്ടുന്ന ടൈപ്പ് ചോക്ക് മിഠായി അടക്കം മിക്കതും ഇവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും നടന്നു. അപ്പോൾ അവിടെ പൗച്ച്, ഇപ്പോൾ സ്കൂള് പൂട്ടി ഇപ്പോൾ ഓപ്പൺ ചെയ്യാറാവുമല്ലോ അടുത്ത മാസം കഴിഞ്ഞാൽ, അപ്പോഴേക്കും പൗച്ച്, കുറേ വാട്ടർ ബോട്ടിൽസ്, അതൊക്കെ നല്ല അത്യാവശ്യം റേറ്റ് കുറവിന് തന്നെ അവിടെ ഉണ്ടായിരുന്നു. സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ടായിരുന്നു, ഡോറിമോൻ്റെയൊക്കെ കുറേ സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ സ്വീറ്റ് ഐറ്റംസ് ഉണ്ട്, ഹലുവയായിരുന്നു അത്. കുറേ തരം ഫ്ലേവേഴ്സ് ഉണ്ട് കേട്ടോ, നമുക്ക് റെഡും ബ്ലാക്കും. ഞാൻ കൂടുതലും ഓറഞ്ചും മഞ്ഞയും ബ്ലാക്കും മാത്രമേ കണ്ടിട്ടുള്ളൂ. പിന്നെ ഇപ്പോൾ ട്രെൻഡായിട്ടുള്ളൊരു കാർപ്പറ്റാണ്, അത് വാട്ടർ അബ്സോർബ് ചെയ്യണ കാർപ്പറ്റാണ് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നത്. മോപ്പ്, ഇങ്ങനെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മോപ്പൊക്കെ ഉണ്ടായിരുന്നു അവിടെ. പിന്നെ നമ്മൾ പോയത് ഒരു മസാജ് ചെയ്യണ ഒരു മെഷീൻ്റെ സ്റ്റാളിലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അച്ഛൻ ജസ്റ്റ് അതൊന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും അത്യാവശ്യം റേറ്റ് ഉണ്ട്. പക്ഷേ ഓൾഡായിട്ടുള്ള ആൾക്കാർക്ക്, ഈ മുട്ടുവേന, ഈ കാലുവേനയൊക്കെ കൂടുതലുള്ള ആൾക്കാർക്ക് അത് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. സ്വന്തമായിട്ട് തന്നെ നമുക്ക് ചെയ്ത് പെയിൻ റിലീഫ് ചെയ്യാം. പിന്നെ ഇവിടെ കുറേ കളിപ്പാട്ടങ്ങളുണ്ട്. എനിക്ക് ചെറുതായിട്ടൊക്കെ മേടിക്കണം എന്ന് തോന്നി. പിന്നെ ഞാൻ തന്നെ എന്നെ കൊണ്ടുപോയി തന്നെ. കുറേ ഉണ്ടായിരുന്നു, പൊട്ട് പോലെ പണ്ടത്തെ വാച്ചൊക്കെ ഉണ്ടായിരുന്നു, ബാർബിയുടെ വാച്ച്. പണ്ട് ഇത് കണ്ടാൽ ഞാൻ ഓടിപ്പോയി മേടിക്കും. ബാർബിയുടെ വാച്ച് എന്ന് വെച്ചാൽ ഭയങ്കര ഇതായിരുന്നു. പിന്നെ കുറേ ഹെയർ ബാൻഡ് ഉണ്ട്, ഇതും എനിക്കൊരു വീക്ക്നെസ് ആയിരുന്നു. കുറേ അമ്മ അത് വേണം, അമ്മ ഇത് വേണം എന്ന് പറഞ്ഞിട്ട് പോകാറുള്ളതാ പണ്ട്. ഇതൊക്കെ എന്താണാവോ, അതൊന്നും ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല. കുറേ വെറൈറ്റി സാധനങ്ങളുണ്ടായിരുന്നു, ചൈനീസ് ഭാഷയിലതിൽ എഴുതിയിട്ടില്ല, അതുകൊണ്ട് എനിക്കൊന്നും മനസ്സിലായില്ല അതെന്താ സംഭവമെന്ന്. പിന്നെ സ്പൈഡർമാൻ, അതൊക്കെ കണ്ടപ്പോൾ എനിക്കൊരു വീക്ക്നെസ്സായി തോന്നി. പിന്നെ കുറേ ഇതുണ്ട്, സ്ലൈം. പിന്നെ നമുക്ക് ഇപ്പോഴായാലും മേടിക്കാം, എത്ര വലുതായാലും സ്ലൈം വെച്ച് കളിക്കാത്തവരുണ്ടാവില്ല കേട്ടോ. പിന്നെ അങ്ങനെ വീണ്ടും പോയിക്കൊണ്ടിരിക്കുക. കുറേ ഹെയർ ബാൻഡ്സ് ഉണ്ടായിരുന്നു, ഹെയർ ബാൻഡ് കൂടുതൽ. പിന്നെ കുപ്പികൾ കണ്ടപ്പോൾ ഞങ്ങൾ വേഗം കൊണ്ടുപോയി. കുപ്പികളും വളകളും ഈ മറ്റേ ലിപ്സ്റ്റിക്ക്, അങ്ങനെ കുറേ ക്ലിപ്പുകൾ, കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. നമുക്ക് മൊത്തം അവിടെ ഞങ്ങൾ ശരിക്കും പെട്ടുപോയി. അത് കഴിഞ്ഞ് കുറേ കളിപ്പാട്ടക്കടയാണ് ഏറ്റവും കൂടുതൽ അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ ഡ്രസ്സുകളും, കുഞ്ഞുണ്ണികൾക്ക് തൊട്ട് വലിയ ആൾക്കാർക്ക് വരെയുള്ള ഡ്രസ്സുകൾ കുറേ ഉണ്ടായിരുന്നു. ഇവിടെ ഭയങ്കര ഇപ്പോൾ ഓഫർ ഉണ്ടായിരുന്നു, പാൻറ്റുകൾക്കൊക്കെ എത്രയ്ക്കോ റേറ്റ് കുറവുണ്ടായിരുന്നു. പിന്നെ അമ്മ ചെന്ന് നോക്കിയപ്പോൾ ഇങ്ങനെ റൗണ്ടിൽ ഒരു ദുപ്പട്ടയ്ക്ക് 250 എത്ര ഉണ്ടായിരുന്നുള്ളൂ. അത് നമുക്ക് പോളിസ്റ്ററാണ് തുണി മെറ്റീരിയൽ വരുന്നത്, പക്ഷെ നമുക്ക് ഏത് ചുരിദാറിന് വേണമെങ്കിലും അത് സ്റ്റൈൽ ചെയ്യാൻ പറ്റും, അങ്ങനത്തെ ടൈപ്പായിരുന്നു. ഭയങ്കര കളർഫുള്ളായിട്ട് ഏതിനും വേണം നമുക്ക് ചെയ്യാം. പിന്നെ അതുകൂടാണ്ട് ഇവിടെ സ്റ്റവ് സംബന്ധമായി നമുക്കിങ്ങനെ ചൂടുള്ള സാധനങ്ങൾ കൊണ്ടുവയ്ക്കാനും സ്റ്റവിൻ്റെ മറ്റേ അങ്ങനെ കുറേ ടൈപ്പുകളുണ്ടായിരുന്നു. ഇവിടെ വരുന്നത് ഇതും നല്ല രസമുണ്ടായിരുന്നു, നിറച്ച് ചിപ്സ് ഐറ്റംസ് ആയിരുന്നു മൊത്തം അവിടെ ഉണ്ടായിരുന്നത്.
പിന്നെ ഞങ്ങൾ ചെന്നപ്പോൾ ഈ ദോശത്തട്ട്, ഈ അപ്പം ഉണ്ടാക്കുന്നത്, കടുകൊക്കെ വറക്കാനുള്ള ചെറിയ ബൗള് പോലത്തെ അങ്ങനെ കുറേ അയ്യണ്ടി നല്ല വെയിറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളത് റേറ്റൊക്കെ ചോദിച്ച് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്, നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു മെയിനായിട്ട് പിടിക്കുമ്പോൾ. എനിക്കങ്ങനെ ക്വാളിറ്റി തോന്നി ഞങ്ങൾ നോക്കിയപ്പോൾ. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും നടന്നു. അവിടെ പിന്നെ കുറേ ഇതുകളുണ്ട്, മറ്റേ സ്പൂൺ ഐറ്റംസും നമുക്ക് കൂടുതൽ കിച്ചണിന് വേണ്ടിയുള്ള ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കണതും അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നടന്നപ്പോൾ ചോക്ലേറ്റ് ഐറ്റംസ് ആയിരുന്നു. ഇത് പീനട്ട് ഡിപ്പ് ചെയ്തിട്ട് എടുത്തിട്ടുള്ള ചോക്ലേറ്റ് ആയിരുന്നു. നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ തന്നിട്ടുണ്ടായിരുന്നു. വൈറ്റ് ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തിട്ടുള്ളായിരുന്നു നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പിന്നെ നടന്നു വീണ്ടും. പിന്നെ കുറേ മുണ്ടുകളും അതിനൊക്കെ നല്ല റേറ്റ് കുറവുണ്ടായിരുന്നു. അച്ഛൻ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ 4 എത്ര 200 രൂപ അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. കുറേ സാരികളും പിന്നെ അതിനൊക്കെ അത്യാവശ്യം റേറ്റ് കുറവുണ്ടായിരുന്നു സാരിക്കൊക്കെ. പിന്നെ ഇവിടെ വീണ്ടും കളിപ്പാട്ടക്കടകൾ. ഇത് മൊത്തം ബിൽഡ് ചെയ്യുന്നതാണ്, ഈ വീടുകളൊക്കെ ബിൽഡ് ചെയ്യാൻ പറ്റണത്. അത് കഴിഞ്ഞു ഞങ്ങൾ വീണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ശർക്കര പനങ്കൽക്കണ്ട ഐറ്റംസ് കണ്ടു. അതത്ര 100-200 ഗ്രാമിന് റേറ്റ് ഉണ്ടായിരുന്നത്. അങ്ങനെ കണ്ടെയ്നേഴ്സിലാക്കി വെക്കുന്നുണ്ട്. പിന്നെ നല്ല ബുക്കുകളുടെ കളക്ഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ അങ്ങോട്ട് കടന്നപ്പോഴാണ് നമ്മൾ മെയിൻ സ്ഥലത്തേക്ക് എത്തിയത്, ഐസ്ക്രീം. അവിടെ കുറേ തരം ഫ്ലേവേഴ്സ് ഉണ്ടായിരുന്നു. ഈ ഒരു ഉണ്ണി ബ്ലൂബെറി മേടിക്കാൻ നിന്നതായിരുന്നു. എനിക്ക് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്ത് മേടിച്ചിരുന്നു. അപ്പോൾ എനിക്ക് തൊണ്ടവേദന വന്നാൽ എനിക്ക് അപ്പോൾ തന്നെ പനി വരും. അതുകൊണ്ട് അവരെന്നെ അവിടെ നിന്ന് കൊണ്ടുപോയി. എനിക്ക് ഒന്നും മേടിച്ചു തന്നില്ല തണവുള്ളതുകൊണ്ട്. അപ്പം ഞാനങ്ങനെ വിഷമിച്ച് ഞാൻ വീണ്ടും നടക്കുകയാണ്. അപ്പം അങ്ങനെ പോയപ്പോൾ അവിടെ ഒരു മൊബൈലിൻ്റെ കട കണ്ടു, സ്റ്റാള്. അവിടെ സ്ക്രീനൊക്കെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീണ്ടും അപ്പോഴാണ് ഇങ്ങനെ ടാറ്റു അടിക്കുന്നത് കണ്ടത്. ഞാൻ ചോദിക്കണോ അമ്മേനോട്, പിന്നെ പൊട്ടയാ കെമിക്കലാന്ന് പറഞ്ഞിട്ട് ചീത്ത കേട്ടും ഭേദം ഞങ്ങൾ വീണ്ടും കണ്ട വഴി കൂടി ഞാൻ. അപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോഴാണ് അപ്പുറത്ത് കുറേ ചിപ്സ് ഐറ്റംസും നല്ല സ്നാക്സ് കണ്ടത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കുറേ ടാപ്പിയോക്കോ സ്നാക്സ് പലതരം വെറൈറ്റീസ്. എനിക്ക് കുറേയൊന്നും എന്താണെന്ന് മനസ്സിലായില്ല. നമുക്ക് വേണമെങ്കിൽ ടേസ്റ്റ് ചെയ്ത് ചോദിച്ച് നമുക്ക് ഗ്രാം അനുസരിച്ചിട്ടാണ് തരിക. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ചെന്നത് ഒരു കുൽക്കി സർബത്ത് കടയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു അവൻ കുൽക്കി സർബത്ത് അടിക്കുന്നത് കാണാൻ. ഞങ്ങൾ കുറച്ച് നേരം അത് നോക്കിയിരുന്നു. അത് അവിടെ ഒരു പാട്ട് വെച്ചിട്ടുണ്ട്, അതിനനുസരിച്ചിട്ടാണ് ആ ഒരു താളത്തിലാണ് അവൻ കൊട്ടിക്കൊണ്ടിരിക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കുൽക്കി അടിക്കുന്നത് കാണാൻ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം കുൽക്കി അടിക്കുന്നത് നോക്കിയിരുന്നു. അതിൻ്റെ അപ്പുറത്ത് കുൽക്കി മാത്രമല്ല കേട്ടോ, കുറേ ഫ്രൂട്ട് ജ്യൂസും നമുക്ക് ഇഷ്ടമുള്ളത് ഏതാണോ നമുക്ക് വേണ്ടത്, മിക്സഡ് ഫ്രൂട്ടാണെങ്കിൽ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരപ്പോൾ തന്നെ ഫ്രഷായിട്ട് അടിച്ച് തരും. ഞങ്ങൾ പക്ഷേ മേടിച്ചില്ല. പിന്നെ പോയപ്പോൾ ഇവിടെ കുറേ കിളികളുടെ സൗണ്ട് വരുന്ന ഫ്ലൂട്ട് പോലത്തെ ഐറ്റംസ് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പോയപ്പോഴാണ് അപ്പുറത്ത് ഒരു ആനയുടെ ചെയർ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഉണ്ണികൾക്കൊക്കെ ഇരിക്കാൻ പറ്റുന്നതാ, അല്ലെങ്കിൽ ഞാൻ മേടിച്ചേനെ. ഞാൻ ഇരുന്നത് പൊട്ടി പോകുന്നു തോന്നുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ അത് നോക്കിയില്ല. അപ്പുറത്ത് 2 ഭടന്മാർ നിൽക്കുന്നുണ്ടായിരുന്നു. അത് നമുക്ക് നല്ല വീട്ടിൽ നല്ല ഭംഗിയിൽ ഷോക്കേസിൻ്റെ ഒക്കെ അവിടെ വെക്കാൻ പറ്റുന്ന കുറേ തരം ഐറ്റംസ് ഉണ്ടായിരുന്നു. ഷോക്കേസിലും നമുക്ക് ഇങ്ങനെ ഭംഗി ഗിഫ്റ്റ് ചെയ്യാൻ, ഫ്രണ്ട്സിനൊക്കെ ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ ടൈപ്പ് ഐറ്റംസ് ഉണ്ടായിരുന്നു. ഇവിടെയും അങ്ങനെ സ്റ്റേഷനറി ഐറ്റംസ് ആയിരുന്നു ഓരോന്ന്. പിന്നെ വാട്ടർ പ്യൂരിഫിക്കേഷൻ്റെ ആ സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ജലം മൊത്തം പ്യൂരിഫൈ ചെയ്ത് തരണ, നമുക്ക് വാട്ടർ ടാങ്കായിട്ട് അറ്റാച്ച് ചെയ്ത് വെക്കാൻ പറ്റുന്ന സംഭവമാണ് ഇവിടെ. പിന്നെ ഇവിടെ ഷോക്കേസിൽ വെക്കാൻ പറ്റുന്ന ഭഗവാന്റെ വിഗ്രഹങ്ങൾ, പിന്നെ ഈ കാറിലൊക്കെ വെക്കാൻ പറ്റുന്ന കുറേ ടൈപ്പ് ഉണ്ടായിരുന്നു. നമുക്ക് ഫ്രണ്ട്സിനൊക്കെ ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുണ്ടായിരുന്നു. പിന്നെ ഇവിടെ വന്നപ്പോൾ മോതിരവും അങ്ങനെയൊക്കെ കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു. മോതിരം ഞങ്ങൾ നോക്കി, അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാട്ടാ. പിന്നെയാണ് ചെന്നത് അച്ചാറിൻ്റെ ഒരു ലോകത്തേക്കായിരുന്നു. പലതരം വെറൈറ്റി ആയിരുന്നു. നമുക്ക് ടേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ നമുക്ക് എത്രയാണെന്ന് വെച്ചാൽ ഇഷ്ടത്തിന് മേടിക്കാം. അപ്പോൾ അവർ ടേസ്റ്റ് ചെയ്യാൻ തരും. പലതരം വെറൈറ്റീസ് ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ തന്നത് ഒരു മാംഗോൻ്റെ ആയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ കഴിച്ചു നോക്കിയിട്ടുണ്ടായി. അങ്ങനെ ഞങ്ങൾ വീണ്ടും കടന്നപ്പോൾ അവിടെ ഒരു പെർഫ്യൂമിൻ്റെ ഷോപ്പ് കണ്ടു. നല്ല സർവീസ് ആയിരുന്നു, നന്നായി മാർക്കറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഏതെടുത്താലും 50 ആയിരുന്നു. പിന്നെ വീണ്ടും ബുക്ക് സ്റ്റാളിലേക്ക് കേട്ടോ എത്തിയിട്ടുള്ള. അവിടെ നല്ല ഭഗവാന്റെ കുറേ ബുക്കുകൾ ഉണ്ടായിരുന്നു. ഇതിന് വെറും 250 വരുന്നുള്ളൂ. അത്യാവശ്യം കുറേ കഥകളുണ്ടായിരുന്നു കേട്ടോ അതിൽ. ഐതിഹ്യ കഥകളായിരുന്നു. അങ്ങനെ കുട്ടികൾക്ക് വായിക്കാൻ പറ്റുന്ന ഇഷ്ടം പോലെ ബുക്ക് ഉണ്ട് അവിടെ. നമുക്ക് ബുക്ക് ലവേഴ്സിനൊക്കെ വന്ന് നമുക്ക് മേടിക്കാം. അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. പിന്നെ വീണ്ടും സ്റ്റിക്കേഴ്സ്, നിറച്ച് സ്റ്റിക്കേഴ്സ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ സ്റ്റിക്കേഴ്സൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് പോയപ്പോൾ കുങ്കുമത്തിൻ്റെ വെറൈറ്റീസ് ഉണ്ടായിരുന്നു. അവർ നല്ല ലൈറ്റ് സെറ്റിംഗ് ആയിട്ട് ആ സ്റ്റാള് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പലതരം, ഇപ്പോൾ അതിൻ്റെ തന്നെ ഡിഫറെൻറ്റ് ഷെയ്ഡ് വരുന്ന കുങ്കുമം ഉണ്ടായിരുന്നു അവിടെ. നമുക്കിങ്ങനെ പറഞ്ഞാൽ ചെറിയ അവിടെ കുറേ അതിനുള്ള കണ്ടെയ്നേഴ്സ് വെച്ചിട്ട് അതിലാക്കിയിട്ട് നമുക്ക് തരും. പിന്നെയാണ് നിറയെ വെറൈറ്റീസ് അച്ചാറുകൾ. ഈ ചേച്ചിമാരായിരുന്നു അത് ആ സ്റ്റാളിലിരിക്കുന്നുണ്ടായിരുന്നത്. കുറേ വെറൈറ്റി ആയിരുന്നു. പിന്നെ ഇവിടെ ഗോബി മഞ്ചൂരിയൻ്റെ മിക്സ് ആ പൊടിയാണ് വരുന്നുണ്ടായിരുന്നത്.
അതുകൂടാണ്ട് ഒരു പോപ്കോൺ കടയുടെ ഫ്രണ്ടിൽ കൂടെ അങ്ങനെ സ്റ്റാളിൽ കൂടെ ഞാൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ അച്ഛനൊന്ന് നോക്കി. അപ്പോൾ നോക്കുമ്പോൾ അച്ഛൻ മേടിക്കാൻ നിൽക്കണം. ഞാൻ വീണ്ടും കൂടി അങ്ങോട്ട് പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ പോപ്കോൺ അച്ഛൻ മേടിക്കായിരുന്നു. അപ്പോഴാണ് എനിക്ക് ഇത് വേണം, എനിക്കും അമ്മയ്ക്കും ഭയങ്കര ഇഷ്ടം പഞ്ഞിമിഠായി, പക്ഷെ അച്ഛന് ഇഷ്ടമല്ല. അച്ഛൻ അങ്ങനെ പറയും മേടിക്കണ്ടെന്ന്. ഞാൻ ചോദിച്ചാൽ കഴിക്കാമെന്നാ അച്ഛൻ പറഞ്ഞു, എന്നാൽ ഒരെണ്ണം എടുത്തോ. അപ്പോൾ ഞാൻ വേഗം അത് മേടിച്ചു. അപ്പോൾ അതും ഞങ്ങൾ പോപ്കോണും മേടിച്ചു, പഞ്ഞിമിഠായി മേടിച്ചു. അപ്പോൾ അതവിടെ ഉണ്ടാക്കുന്നത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ ഗൂഗിൾ പേ ജിപേ ആയിട്ട് പേയ്മെൻറ്റ് ചെയ്തപ്പോൾ പേയ്മെൻറ്റ് ചെയ്തിട്ട് പോകാൻ നിൽക്കുമ്പോൾ അവിടുത്തെ ചേട്ടൻ എനിക്ക് പോപ്കോൺ വെച്ച് ഹൈഫൈ തന്നു. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേരൊക്കെ പറഞ്ഞു കൊടുത്ത് നമ്മൾ പോന്നു. പോപ്കോൺ വെച്ചതേ നമുക്ക് ഹൈഫൈ കിട്ടി. അപ്പോൾ പിന്നെ നമ്മൾ പോയതൊരു അക്വേറിയം പോലത്തെ സെറ്റപ്പ് ആയിരുന്നു. ഇവിടെ നമുക്ക് ഒരാളുടെ വലിപ്പമുള്ള മീനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷെ നമ്മൾ കയറിയില്ല. നമ്മൾ വീണ്ടും സെക്കൻഡായിട്ട് ഒന്നുകൂടെ വരുന്നുണ്ട് പർച്ചേസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഒരു വീഡിയോയും കൂടെ അപ്ലോഡ് ചെയ്യും, അപ്പോൾ നിങ്ങൾ അതും കാണാം കേട്ടോ. അപ്പോൾ ഇവിടെ പുറത്ത് തന്നെ ചെറിയൊരു സെറ്റപ്പായിട്ട് ഇങ്ങനെ മീനുകളെ വെച്ചിട്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഒരാൾക്ക് 100 റുപ്പീസേ വരുന്നുള്ളൂ. കുറേ കാണാനുണ്ട് അതിൻ്റെ ഉള്ളിൽ മീനുകളും കാര്യങ്ങളുമായിട്ട്. പിന്നെ വീണ്ടും നമ്മളൊരു കുൽക്കിക്കട കണ്ടു. ജ്യൂസ്, കുറേ ഐറ്റംസ്, ലെമൺ ടീ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാവും. ഇവിടെ വന്നിട്ട് അമ്മ വെറുതെ ഒന്ന് ഷുഗറൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി. അതിനുള്ളൊരു ലബോറട്ടറി പോലത്തെ സെറ്റപ്പ് ഉണ്ടായിരുന്നു. നമുക്ക് നോർമലായിരുന്നു, വെറുതെ ഒന്ന് നോക്കിയതാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും പോയപ്പോൾ ഫുൾ ഗോബി മഞ്ചൂരിയൻ പോലെ, അങ്ങനെ ഗോബി, ചില്ലി ഗോബി, ഇങ്ങനെ വറുത്തിടുന്നുണ്ട് ഗോബി. ബജ്ജി ഉണ്ടായിരുന്നു, അങ്ങനെ സ്നാക്സ് ഐറ്റംസ് ഉണ്ടായിരുന്നു, മുളക് ബജ്ജി, അങ്ങനെ കുറേ വെറൈറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വറുത്തുകൊണ്ടിരിക്കുകയാണ്. നല്ല രസമുണ്ടായിരുന്നു അത് നിന്ന് കാണാൻ. അത് മേക്ക് ചെയ്യുന്നത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അപ്പുറത്ത് ബജ്ജി, അങ്ങനെ കുറേ സ്നാക്സ് ഐറ്റംസ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം ചമ്മന്തി കാര്യങ്ങളൊക്കെ ഇത്. അപ്പോൾ ഇവിടെ അതിനുള്ള കോളിഫ്ലവർ ഐറ്റംസ് ഇങ്ങനെ കുറേ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അവർക്ക് അവിടെ ഇത് കഴിഞ്ഞ വറുത്തിടാൻ വേണ്ടിയിട്ട്. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ റൈഡുകൾ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ കുഞ്ഞുണ്ണികളുടെ ട്രെയിൻ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതൊക്കെ ഭയങ്കര സ്ലോവിൽ പോകുന്നതാണ്. അപ്പുറത്താണ് ഭീമാകാരമായ റൈഡുകളുള്ളത്. അത്യാവശ്യം നല്ല സ്പീഡിലാണ് പോവുക. ഞാൻ അങ്ങോട്ട് കടക്കുമ്പോഴാണ് പാനിപൂരി, ബേൽപൂരി, മസാൽപൂരി, പാവ് ബജ്ജി ഇതൊക്കെ ഉണ്ടായിരുന്നു. നല്ല നോർത്ത് ഇന്ത്യൻ ഫുഡ് ഐറ്റംസ് അവരുണ്ടാക്കാൻ തന്നെ സൈഡിൽ അപ്പുറത്തിരുന്ന് കഴിക്കാനുള്ള സെറ്റപ്പുണ്ട്. നമുക്കിങ്ങനെ ഫ്രഷായിട്ട് നല്ല ചൂട്ടോടെ നമുക്ക് കഴിക്കാം അവിടെ ഇരുന്നിട്ട്. അപ്പോഴാണ് അവിടെ ചെന്നപ്പോൾ ചെറിയൊരു ഇതിൽ ബോട്ടിങ് പോലെ നമുക്ക് അവിടെ എക്സ്പീരിയൻസ് ചെയ്യാം. ചെറിയൊരു റൗണ്ടാണ്, എന്നാലും നമുക്ക് നല്ല രസത്തിൽ ഫാമിലിയായിട്ട് നമുക്ക് ബോട്ടിങ് എൻജോയ് ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് കുട്ടികളുടെ റൈഡാണ് ഫുള്ളും സ്റ്റാർട്ടിങ്ങൊക്കെ. ഭയങ്കര ചെറുത്, അതൊക്കെ ഭയങ്കര സ്ലോവിൽ പോണ റൈഡുകളാണ്. അപ്പോൾ ഉണ്ണികൾക്കൊക്കെ നമുക്ക് അവിടെ എൻജോയ് ചെയ്യാം. അപ്പോഴാണ് ഞാൻ ഉദ്ദേശിച്ച സംഭവം അവിടെ കണ്ടത്. ഞാൻ ഷിപ്പ് പോലത്തെ ആ റൈഡിൻ്റെ, ശരിക്കും എനിക്ക് പേരറിയില്ല, വഞ്ചി പോലെ ഇരിക്കണ ആ റൈഡിൽ കയറണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമായിരുന്നു. കഴിഞ്ഞ വട്ടവും ഞാൻ വന്നിട്ട് കയറിയിട്ടുണ്ടായി. അപ്പോൾ ഒരു മിഡിൽ ഭാഗത്തായിരുന്നു ഞാൻ ഇരുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തീരെ ഫീല് കിട്ടിയൊന്നുമില്ല. ഞാൻ വിചാരിച്ചത് സിമ്പിൾ റൈഡാണെന്നാണ്. അപ്പോൾ അടുത്ത വട്ടം വരുമ്പോൾ തുമ്പത്തിരിക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ഞാനിപ്പോൾ അതേ ടിക്കറ്റ് കൊടുത്തിട്ട് എൻ്റെ അച്ഛനമ്മയൊന്നും വരില്ല, അച്ഛനമ്മയ്ക്കും താല്പര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തന്നെ പോണേ. അപ്പോൾ അങ്ങനെ തന്നെ ചെന്നപ്പോൾ അവിടെ മരത്തിൻ്റെ അവിടെ അച്ഛനമ്മയും ചേസ് പറയുന്നുണ്ട്. എന്നിട്ട് അവർ പറയുന്നുണ്ട് തളരരുത് രാമൻകുട്ടി, അങ്ങനെ പറഞ്ഞ് അവിടെ ഇരിക്കുന്നുണ്ട്. ഞാനപ്പോൾ അറ്റത്ത് തുടങ്ങി അവിടെ ഇരുന്നത് എനിക്ക് ഓർമ്മയുള്ളൂ. റൈഡ് സ്റ്റാർട്ട് ചെയ്തത് എനിക്ക് ഓർമ്മയുള്ളൂ. കുറച്ചൊക്കെ കഴിഞ്ഞപ്പോഴേ എനിക്ക് ഫോണൊന്നും പിടിക്കാം, എനിക്ക് എൻ്റെ കുറേ എക്സ്പ്രഷനൊന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം ഒരുമാതിരി സ്പീഡിൽ അത് പോകുന്നുണ്ടായിരുന്നു. എനിക്ക് തീരെ കൺട്രോൾ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇരുന്ന് പിടിക്കാനൊന്നും. ഫോണൊക്കെ കയ്യിൽ നിന്ന് പോവായിരുന്നു. ഞാൻ അങ്ങോട്ട് വീഴാൻ പോണ പോലെയായിരുന്നു. എങ്ങനെയെങ്കിലും ഇതൊന്ന് നിർത്തിയാൽ മതിയെന്നായി. ലാസ്റ്റ് അപ്പുറത്ത് ഓപ്പോസിറ്റ് ഇരിക്കുന്നുണ്ടായിരുന്ന 2 ചേട്ടന്മാർക്ക് തീരെ പറ്റാണ്ടായി. അവർ ശരിക്കും മുകളിൽ നിന്ന് ഒരു 3ാമത് 4ാമത് ഇറങ്ങിയിട്ടാണ് ഇരിക്കണേ. ഈ ഒരു ചേട്ടൻ സൈഡിൽ എങ്ങനെയാണാവോ നിൽക്കുന്നത്. അത് നിന്നിട്ടാണ് അങ്ങനെ, ഞങ്ങൾക്ക് ഇരുന്നിട്ട് തന്നെ പറ്റണില്ല. തിരിച്ച് വന്നത് എനിക്ക് കയ്യും കാലും വിറച്ചിട്ടായിരുന്നു. എനിക്കങ്ങനെ ഇരിക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല, നടക്കാനൊക്കെ. ഇങ്ങനെ പോയ സ്ഥിതിക്കല്ലായിരുന്നു ഞാൻ തിരിച്ചു വന്നത്. അപ്പോൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് എന്നാലും എനിക്ക് ഭയങ്കര അഹങ്കാരമായിരുന്നു അടുത്ത റൈഡിൽ കയറണമെന്ന്. അപ്പം ഞാനങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, തള്ളുകയാണ് അവിടെ ഇരുന്നിട്ട് അച്ഛൻ്റെ അമ്മേരെ അടുത്ത്. അടുത്ത റൈഡിൽ ഞാൻ പോയിരിക്കും, എനിക്ക് പറ്റും, ഐ ക്യാൻ ഡു ഇറ്റ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. ശരിക്കും ഞാൻ മുട്ടുംകാല് വിറച്ചിട്ടാണ് അവിടെ ഇരിക്കുന്നത്. അത് ഒന്ന് കഴിഞ്ഞുള്ളൂ. ആ ചേട്ടന്മാരെ ഇറക്കി വിട്ടിട്ട് ഒരു റൗണ്ടും കൂടെ അവർ ഞങ്ങളൊക്കെ ഇറക്കി. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ജൈൻറ്റ് വില്ലിൽ കയറാൻ പോവാണ്. ജൈൻറ്റ് വില്ലിന് വേണ്ടി ടിക്കറ്റ് എടുത്തു. അപ്പോഴാണ് പറയുന്നത് ജൈൻറ്റ് വില്ല് കേടായിന്ന്. അപ്പോൾ അച്ഛൻ്റെ മുഖത്തൊരു സന്തോഷമായിരുന്നു. ഞാൻ എന്നാലും വിട്ടില്ല, ഞാൻ അടുത്ത വേറെ റൈഡിൽ കയറി. അത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ തിരിച്ചു പോവുക. അപ്പോൾ അവിടെ കരിമ്പൻ ജ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഷോർട്ട് കട്ട് എടുത്തിട്ട് സ്റ്റാളുകളൊക്കെ ഒഴിവാക്കിയിട്ട് ഞങ്ങൾ പോവാൻ നിൽക്കുകയാണ്. അപ്പോൾ വീണ്ടും ഐസ്ക്രീം കണ്ടു. ഞാൻ വീണ്ടും അച്ഛൻ്റെ മുഖത്ത് നോക്കി. അച്ഛൻ പറഞ്ഞു നോ. അപ്പോൾ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. അതിന് തണവ് സമ്മതിക്കില്ല. വെക്കേഷന് മേടിച്ചു തരാമെന്നൊക്കെ പറഞ്ഞതാ, എന്നാലും സമ്മതിച്ചില്ല. പിന്നെ അവിടെ കുറേ ടൈപ്പ് ചട്ടികൾ,
അമ്മയ്ക്ക് അതൊക്കെ ഇഷ്ടമാണ്. പക്ഷേ നടന്ന് വയ്യാണ്ടായതുകൊണ്ട് അങ്ങനെ പോയി. അപ്പോഴാണ് ഇത് ഞാൻ വരുമ്പോൾ എന്നെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അച്ഛാ അതെനിക്ക് വേണം. അപ്പം അച്ഛൻ ശരി വരുമ്പോൾ മേടിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായി. ഇത് ഞാൻ ലാസ്റ്റ് പോയത് ആന്ധ്രാപ്രദേശ് പോയപ്പോഴാണ് കഴിച്ചത്. അവിടെ തിരുപ്പതി പോയപ്പോഴായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ പോണ സ്ഥലത്തൊന്നും. അപ്പോൾ ഇത് കണ്ട കഴിക്കാൻ ഞാൻ മേടിച്ചു. ഒരെണ്ണം മേടിച്ചുള്ളൂ. നല്ല ചൂട്ടോടെ കഴിക്കാൻ. ഒരു ഫാമിലി ആയിരുന്നു അവിടെ മൊത്തം ഉണ്ടാക്കി നിൽക്കുന്നുണ്ടായിരുന്നത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അത്. നല്ല സർവീസും കാര്യങ്ങളായിരുന്നു. ഇവിടെ പിന്നെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മുന്നേ വന്നവർക്ക് അങ്ങനെ കൊടുക്കാൻ നമ്മൾ ക്യൂവിൽ നിൽക്കായിരുന്നു. അവസാനം അങ്ങനെ കിട്ടി. അപ്പോൾ അങ്ങനെ അച്ഛൻ മേടിക്കാൻ നിൽക്കണ്ടായിരുന്നു. ഞാൻ വീഡിയോ പിടിക്കണോണ്ട് അച്ഛനാ അത് ഉണ്ടാക്കരുത്. ഇപ്പുറത്തന്നെ അത് വറുത്തിട്ട് ഇങ്ങനെ ഇവിടേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ല ചൂട്ടോടെ തന്നെ അത് കഴിക്കാൻ കിട്ടണേ. അങ്ങനെ ഞങ്ങൾക്കത് കിട്ടി. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. ഞാൻ ഓൾറെഡി അത് കഴിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ചൂടുണ്ടായിരുന്നു. അമ്മ ഇടയിൽ നിന്ന് പറിച്ചെടുത്തിട്ട് അത് വീഴാൻ പോയി. സത്യം പറഞ്ഞാൽ മൊത്തത്തിൽ അത് മുകളിൽ നിന്ന് തന്നെ എടുക്കേണ്ടതായിരുന്നു. അപ്പോൾ ഞങ്ങൾ വീണ്ടും കഴിച്ച് കഴിഞ്ഞ് നടന്നപ്പോൾ സേ നോ ടു ഡ്രഗ്സ് നല്ലൊരു ഇൻഫോർമേഷൻ ആയിരുന്നു. പക്ഷെ ഉള്ളിൽ കയറാൻ നേരം കിട്ടിയില്ല. നമ്മളൊന്നുകൂടെ വരുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേ. അപ്പോഴായിരുന്നു ഇവിടെ ഒരു റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂം പോലെ. നല്ല രസമുണ്ടായിരുന്നു, ലൈറ്റ് സെറ്റിംഗ് ഒക്കെ ചെയ്തിട്ട് നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ ശരിക്കും ആ സ്ഥലം കാണാൻ 2-3 റോയൽ എൻഫീൽഡ് വെച്ചിട്ട് ഒരു ഷോറൂം പോലെ നല്ല അടിപൊളി സെറ്റപ്പായിട്ട് കണ്ടപ്പോൾ തന്നെ എനിക്ക് വണ്ടികളോട് പ്രാന്തുള്ളതുകൊണ്ട് വേഗം ചെന്ന് ഞാൻ കുറേ വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ അത്യാവശ്യം ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ വേഗം ഇറങ്ങി. അടുത്ത വട്ടം വരുന്നുണ്ട്. ഇവിടെ നല്ലൊരു വൈബായിരുന്നു. രാത്രി നമ്മൾ 5:30 വന്നിട്ട് ഒരു 9:30-10 മണിയായിട്ടാണ് നമ്മൾ പുറത്തിറങ്ങിയത്. അത്രയും കാണാണ്ടായിരുന്നു. ഫുൾ എൻജോയ് ചെയ്തിട്ട് ഇവിടെ നൈറ്റിൽ നല്ല വൈബ് ഉണ്ടായിരുന്നു അവിടെ നിൽക്കുമ്പോൾ. അപ്പോൾ അവിടെ അങ്ങനെ നടന്ന് ഞങ്ങൾ വീണ്ടും കാർ പാർക്ക് ചെയ്യണ സ്ഥലത്തേക്ക് പോയപ്പോഴായിരുന്നു ഇവിടെ നല്ല പാദസരം കാര്യങ്ങളൊക്കെ. അപ്പോൾ എനിക്ക് ഈ ഒരു കണ്ണിൻ്റെ കണ്ടപ്പോൾ മേടിക്കണം, ഈ വിലൈ പോലത്തെ സംഭവം. ഇവിടെ കുറേ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. നമുക്ക് മാല, പാദസരം തന്നെ കുറേ വെറൈറ്റീസ് ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ അപ്പുറത്ത് അമ്മയ്ക്ക് എവിടെ മിഞ്ചി കണ്ടാലും അത് മേടിക്കണം. ഇവിടെ ഒരു വെറൈറ്റി കണ്ടപ്പോൾ രാജസ്ഥാനിയാണ് അതാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അമ്മ വീണു. അമ്മയ്ക്ക് അത് വേണമെന്നായി. അത് ലാസ്റ്റ് പീസായിരുന്നു. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ളത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അമ്മ അത് മേടിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ അത്രയും നേരം ആയതുകൊണ്ട് ഫുഡ് കഴിക്കാൻ കയറി. മസാല ദോശ, പൊറോട്ട, പിന്നെ ഗോബി കറിയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. നമ്മൾ വെജിറ്റേറിയൻസ് ആയതുകൊണ്ട് നമ്മൾ വെജാണ് ഓർഡർ ചെയ്തത്. ഇനി ഈ എക്സിബിഷൻ്റെ തന്നെ പാർട്ട് 2 വരുന്നുണ്ട് കേട്ടോ. അതിൽ നമ്മൾ ഒന്നുകൂടെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഉള്ളിലൊക്കെ കയറി കാണിക്കും. അപ്പോൾ ബൈ.